നമസ്കാരം ശാരിക. നമസ്കാരം സാർ. അതായത് ശാരികയുടെ നമസ്കാരം പറയുന്നതിന് കാരണം ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശാരികനെ പറഞ്ഞയച്ചത്. അതെ, തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കരുതിയ ഒരു പ്രസ്ഥാനം അവരുടെ രേഖകളെല്ലാം അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തട്ടിപ്പല്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നേരിട്ട് അവിടെ പോയി, അതായത് ഇവിടെ പുൽപ്പള്ളിയിൽ വയനാട് പുൽപ്പള്ളി പോയി അവരുടെ പ്രോജക്റ്റ് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ജസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഈ ജസ്റ്റ് പെയ്ഡ് എന്ന പ്രസ്ഥാനം കേട്ട പദ്ധതി ഞാൻ മനസ്സിലാക്കിയ ഒരു തട്ടിപ്പാണ് എന്നായിരുന്നു. എന്നാൽ ആ ജസ്റ്റ് പെയ്ഡിൻ്റെ ഉടമ മിസ്റ്റർ നിഷാദ് അബൂബക്കറും പിന്നെ നിസാം അബൂബക്കറും രണ്ട് പേരാണ്. ഈ രണ്ട് പേര് കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത്. അവരോട് സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് വളരെ മാന്യമായി സംസാരിച്ചു. മാന്യമത കൊണ്ട് ഒരാളെ അളക്കാൻ പറ്റില്ല. കൂടുതൽ ഭവ്യത കാണിക്കുന്ന ആൾക്കാർ വലിയ തട്ടിപ്പുകാരാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവരെനിക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങളെപ്പറ്റി ഇങ്ങനെ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ എനിക്ക് എത്തിച്ചെന്ന്. അവരെനിക്കെല്ലാം കുറേ ഡോക്യുമെൻറ്റ്സ് എനിക്ക് അയച്ചു തന്നു. അതിനെ ഞാൻ പരിശോധിച്ച ശേഷം പുൽപ്പള്ളിയിൽ അവരുടെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറയുന്നത് സത്യമാണ് മനസ്സിലായി. സാധാരണ ക്രൈമിൽ വരുന്ന സാധാരണ ചെയ്യുന്നത് എന്താ, അവർ തട്ടിപ്പ് കിട്ടിയാൽ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ക്രൈമിലൊരു വാർത്ത വന്നാൽ അതോടെ നശിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു തട്ടിപ്പുകാരെ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. ഇപ്രാവശ്യം അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ട് അവരെ പ്രൊമോട്ട് ചെയ്യണം. അതായത് ആ പ്രസ്ഥാനം ശരിയാണ് എന്ന് തോന്നിയുകൊണ്ട് അവർ നന്നാവണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ പ്രവർത്തിച്ചത്. അങ്ങനെയാണ് ശാരിക പുൽപ്പള്ളി പോയത്. അവിടെ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാറിൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ തെറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാം. കാരണം അവിടെ നേരിട്ട് കാണുന്നവരെയും എനിക്കും സംശയമായിരുന്നു. കാരണം ഇവർ ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിവിടുന്ന് രാത്രിയിൽ ഇവരുടെ ക്രൂവിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിലല്ല, ഞാനും നമ്മുടെ ക്യാമറാമാനും ഒക്കെ അവരോടൊപ്പം തന്നെ എന്താണ് സംഭവം, ഇവരുടെ സംഭാഷണങ്ങളൊക്കെ ഒന്ന് പിടിക്കാമെന്ന രീതിയിൽ ആ ഒരു കാഷ്വലായിട്ട് തന്നെ നമ്മൾ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ ആട് തേക്ക് മാഞ്ചിയം എന്ന രീതിയിലുള്ള പണ്ട് നമ്മളൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്നല്ലോ. തട്ടിപ്പ് ആ തട്ടിപ്പല്ല. ഇതിൽ കുറേയധികം എന്ന് എനിക്ക് 90% ഇനിയിപ്പോൾ വളർന്നു വരുമ്പോൾ എന്താ നമുക്ക് അറിഞ്ഞൂടെ. എങ്കിലും ആദ്യത്തെ ഒരു കാഴ്ചയിലായാലും അവർ പറയുന്ന കാര്യത്തിൽ കുറേയധികം ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര പേര് ഇവിടുന്ന് അവിടെ വന്നിട്ടുണ്ട്? ഒരു 500 അടുത്ത ആൾക്കാർ, 500 ആളുകളുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സാറേ, ഞാൻ ട്രാവലറിലാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാനത് 2 ട്രാവലറേ ഉള്ളൂ, അപ്പോൾ വെറുതെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, ശരിക്കും കുറേയധികം വണ്ടികളുണ്ട്, 10ഓളം ബസ്സുകളുണ്ട്. 10ഓളം ബസ്സൊന്നും അല്ല സർ, അവിടെ ബസ്സുകൾ തന്നെ ഈ ട്രാവലർ തന്നെ ഒരു 10-15 എണ്ണം ഉണ്ട്. അതുകൂടാതെ സ്വകാര്യ വാഹനങ്ങൾ ഒരു 10-20 എണ്ണം. അതായത് ആ ഗ്രൗണ്ട് മുഴുവനും പ്ലേസ് എവിടെയാണ് ഇത്? ശരിക്കും വയനാട് പുൽപ്പള്ളി എന്നാണ് അവിടെ കറക്റ്റ്. പുൽപ്പള്ളി എന്നാണ് ആ സ്ഥല ഗ്രാമപഞ്ചായത്തിന്റെ പേര്. അവിടെയാണ് അവർ ഈ ഒരു പ്ലോട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത്. എന്താണ് അവരുടെ മെത്തേഡ്? അവരുടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക്, അതായത് ഈ നിഷാദ് അബൂബക്കർ, ഡോക്ടർ നിഷാദ് അബൂബക്കർ ആണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ. അദ്ദേഹം പറയുന്നത് ഈ വയനാടിൻ്റെ ഒരു ചരിത്രം മാറ്റുക, അതായത് തകർന്നുപോയ വയനാടിനെ പുനരുദ്ധീപിപ്പിക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 28,000-ഓളം ആൾക്കാരെ, 28,000 വരുന്ന ഒരു 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ശരിക്കും അത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഒരു സംരംഭകരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പാതി വിലക്ക് നമ്മൾ സാറ് തന്നെ ഇടപെട്ട് പിന്നെ പുറത്തു കൊണ്ടുവന്ന് ഹൈറിച്ച്, ഇതൊക്കെ ശബരിനാഥ് പഴയ കേസ്, അങ്ങനെ തുടങ്ങിയ 100 കണക്കിന് ആൾക്കാരെ ഞാൻ തകർത്തിട്ടുണ്ട്. തകർക്കാൻ പറഞ്ഞാൽ തട്ടിപ്പ്, പ്യുവർ തട്ടിപ്പാണ്. അത് പ്യുവർ തട്ടിപ്പായതുകൊണ്ട് തന്നെ അത് ലൈവായിട്ട് കോടീശ്വരന്മാരാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർ കോടീശ്വരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്ലോട്ടിന് 6 ലക്ഷം രൂപ വിലയുള്ള ഒരു പ്ലോട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. 6 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതിനകത്ത് 20 ചന്ദനത്തോപ്പ് കൂടെ ആക്കുക, ചന്ദന തൈകൾ നടുക, 20 ചന്ദന തൈകൾ നടുക. 15 വർഷത്തെ ഒരു സർവീസാണ് അവർ ആ മേടിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്. അതായത് ഈ പ്ലോട്ട് ഈ മേടിക്കുന്ന ഇൻവെസ്റ്ററെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ആരാണോ ഈ പ്ലോട്ട് വാങ്ങിക്കുന്നത്, 28,000 പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അതിന് ഒരുപാട് ആൾക്കാരെ അവരുടെ സ്റ്റാഫായിട്ട് എടുത്തത്. 28,000 പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത് സത്യമായ കാര്യം, അവരെല്ലാം ജെനുവിനായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ശരി, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി സ്റ്റാഫുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10-500ഓളം ആൾക്കാർ ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കേരള. കാരണം അവരിലൂടെ തന്നെ അത് അവർക്കൊരു ബിസിനസ് മാർഗവും അതോടൊപ്പം വരുമാനവുമാണ്. അതായത് വിറ്റ് കൊടുക്കുക എന്നുള്ള രീതി തന്നെ. അപ്പോൾ മേടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഓൺ ദ സ്പോട്ട് രജിസ്ട്രേഷൻ, കയ്യിൽ അവർക്ക് ഈ പ്ലോട്ടിൻ്റെ ആധാരം
അതുപോലെ പൈസ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ആധാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോദിക്കുന്ന പോലെ, ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പോലെ പിന്നെ എന്താണ് നിങ്ങൾക്ക് പേടിക്കാനുള്ളത്? അതായത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് അവിടെ തന്നെ കിടക്കും. നമ്മളിപ്പോൾ 6 ലക്ഷം രൂപ കൊടുത്തത് സംഭവം മേടിക്കുകയാണെങ്കിൽ ഇനി എന്തെല്ലാം നഷ്ടം ഉണ്ടായാലും അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ ഇരട്ടിക്ക് പൈസ ഉണ്ടാക്കി മണി ചെയിൻ മാതൃകയിൽ ഒന്നും നമ്മളിവിടെ ആരെയും മോഹന വാഗ്ദാനം ഒന്നും കൊടുക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലൈവായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ കൂടെ കേൾപ്പിക്കാം, എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഒന്ന് കേൾപ്പിക്കാം ആണ് ആക്ച്വലി ഇത് എന്താണ് സംഭവം. നമ്മളിപ്പോൾ ചന്ദനത്തോട്ടത്തിലാണ് നിൽക്കുന്നത്, എന്നാലും നമ്മൾ സംരംഭകരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സാറിൻ്റെ ആ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു 28,000 വയനാട്ടുകാരെ അല്ലെങ്കിൽ 28 സാധുക്കളായ ആൾക്കാരെ റിച്ചായി മാറ്റുമെന്നുള്ളത് ഒരു 15 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഇതുവരെ കേരളം കേൾക്കാത്തൊരു സംരംഭമാണ് സാർ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ റിയാലിറ്റി എന്തെന്ന് അറിയണമായിരുന്നു. അതിന് നമ്മൾ നേരിട്ട് വരുവായിരുന്നു, പക്ഷേ ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അതിന് സാറിൽ നിന്ന് തന്നെ കുറച്ച് വാക്ക് പ്രേക്ഷകർക്ക് കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. തീർച്ചയായും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾ ആദ്യമേ കേട്ടു 28,000 കോടീശ്വരന്മാരെ ബിൽഡ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 25 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇതിപ്പോൾ 5ാമത്തെ കമ്പനിയാണ്. അപ്പോൾ 4 കമ്പനിയും നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അത് റൺ ചെയ്ത് പോകുമ്പോൾ അതിൽ കുറേ സാലറിഡ് സ്റ്റാഫുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് രക്ഷപ്പെടാം. സാലറിക്ക് ജോലി ചെയ്താൽ ആ എംപ്ലോയിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോഴാണ് ചിന്തിച്ചത് ഈ കൊറോണ സമയത്ത് ഒരു കുറേ സമയം വെറുതെ ഇരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ചിന്തിച്ചു എന്തുകൊണ്ട് മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തിക്കൂടാ, എനിക്ക് രക്ഷപ്പെടണം. അപ്പോൾ അങ്ങനെ അതിൽ നിന്നുണ്ടായ ആശയമാണ് അന്ന് അറിയാൻ സാധിച്ചു. ഇവിടെ ചന്ദനത്തിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട്, വലിയ റേറ്റ് ഉണ്ട്. പക്ഷേ ഈ സംഭവം, ഈ ചന്ദനം എന്ന് പറയുന്ന മരം ഇന്ത്യയിൽ 2000 ടൺ വർഷത്തിൽ വേണ്ടത്, 100 ടൺ പോലും ഇവിടെ ഇന്ത്യയിലില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലായി ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പം ഞാൻ പണ്ട് പഠിച്ചിരുന്നു, നമുക്ക് ഒരു മാസീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വലിയ റിസൾട്ട് കിട്ടണമെങ്കിൽ മറ്റാരും ചെയ്യാത്ത ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിൽ റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ പണം കായ്ക്കുന്ന ഒരുപാട് മരങ്ങൾ അല്ലേ, കാണുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി ആണല്ലോ. തീർച്ചയായിട്ടും അല്ലാതെ ഒരു നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മളൊരു ഇപ്പോൾ ക്രൈം നന്ദകുമാർ സാറിലൂടെയാണ് നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത്. നമ്മൾ ആ ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നതും. അപ്പോൾ ഈ സത്യത്തിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ നടക്കുന്നൊരു കാലമാണല്ലോ ഇത്. പക്ഷേ ഇവിടെ വന്ന് ശരിക്കും നമ്മൾ മാധ്യമപ്രവർത്തകരെ കൂടെ ഞെട്ടിച്ചതെന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെ ശരിക്കും ഒരു പ്യുവറായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ആൾക്കാരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, നിങ്ങളെ പണക്കാരാക്കാം, അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സാറ് പറഞ്ഞ പോലെ, നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ശശി സാർ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുന്നത്, ഇന്നോവേറ്റീവ് എന്ന് മാത്രമല്ല ഫ്യൂച്ചറിസ്റ്റിക്കും കൂടെ ആയിട്ടുള്ള ഒരു തോട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, സാറിന് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഇതിങ്ങനെ ഇവിടം വരെ എത്താൻ? സാർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, സാറിൻ്റെ ടീമും. അപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന പോലെ ജസ്റ്റ് പെയ്ഡിന് ഒരു നേരിടേണ്ടി വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഇത് ആദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അറിയാലോ, ഇവിടെ എന്ത് വന്നാലും ആദ്യം എല്ലാവരും എതിർക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള മറ്റേ വാറൻ ബഫറ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് സമ്പന്നർ എന്നും സമ്പന്നരായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവർ. അതിൻ്റെ ഒരു കാരണം പാവപ്പെട്ടവർ എന്ത് കേട്ടാലും തട്ടിപ്പാണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞെന്താ, ഇത് പഴയ ആട് തേക്ക് മാഞ്ചി അല്ലേ, അപ്പം സുഖമാണല്ലോ, പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പം എന്താണ്, സമ്പന്നർ ആയുള്ള ആളുകൾ വിവരമുള്ളവരത് ഏറ്റെടുത്തു, വിവരമില്ലാത്തവർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു. ഈ ഒബ്സ്റ്റാക്കിൾസ് തരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തരണം ചെയ്ത് കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നതിൽ. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്ഥലത്തിലല്ല, ഇത് രണ്ടാമതെടുത്ത വൺ മിസ്റ്റർ കൊച്ചിയിലുള്ള ഒരു സജീറിൻ്റെ സ്ഥലത്തപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, എൻ്റെ സ്ഥലമല്ലത്, ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആധാർ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി ജസ്പേഡിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റ് ഭൂമികൾ സാധാരണക്കാർക്ക് വിൽക്കാം. എന്നിട്ട് അവരെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തായി, അത് അവരെ ഭൂമിയായി. മാമിന് വേണമെങ്കിൽ എന്ത് ചെയ്യും, അടുത്തൊരു ഭൂമി കാണിച്ചു തരും, മാമിൻ്റെ പേരിൽ ആധാർ രജിസ്റ്റർ ചെയ്തു, അപ്പം നിങ്ങളുടെ ഭൂമിയായി. എന്നിട്ട് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ 20 ചന്ദനത്തെ വെച്ചിരും. ഓക്കെ, ഇനി ഇത് 3 തരത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം. 1, നിങ്ങൾക്ക് ഈ ചന്ദനത്തെ ഒറ്റക്ക് തന്നെ നിങ്ങൾക്ക് നോക്കാം. 2, ഞങ്ങളുടെ സഹായത്തോട് നോക്കാം. 3, ഞങ്ങളിത് നോക്കി നടത്തി തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി നടത്തി തരണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ, ഇതിൻ്റെ പരിപാലനം, ഇതെല്ലാം കമ്പനി ഏറ്റെടുക്കും. അപ്പോൾ അതിന് എല്ലാ വർഷത്തിലും 10,000 റുപ്പീസ് വെച്ചിട്ട് ഞങ്ങൾക്ക് അതിന് സർവീസ് ചാർജും തരണം. ഇതിൽ നിന്ന് മെച്യൂരിറ്റി സമയത്ത് കിട്ടുന്ന റിട്ടേൺ ഉണ്ട്, ഇതിൻ്റെ പ്രോപ്പർട്ടി ഓണർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുക, ട്രഷറി ചെയ്യുന്നു. ആ സമയത്ത് 5% തരണം. അപ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലാണ്ട് ഈ ചന്ദനം വെച്ചിട്ട് നാളെ 2 കോടി തരാമെന്നോ 3 കോടി തരാമെന്നോ ഒരു കമ്മിറ്റ്മെൻറ്റും ഞങ്ങൾക്കില്ല.
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തുതരാം. ചെയ്തു തരുമ്പോൾ വർഷത്തിൽ ഇത്ര ഞങ്ങൾക്ക് തരണം, പ്ലസ് മെച്യൂരിറ്റി സമയത്ത് ഇത്ര തരണം. ഈ ഒരു എഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഈ ചന്ദനം ഈ പറയുന്ന പോലെ 15 വർഷത്തേക്കാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് ഈ 15 വർഷമാകുമ്പോൾ നമുക്ക് മെച്യൂർഡ് ആവും. അതിപ്പോൾ ഇങ്ങനെ വെട്ടാനുള്ള ഒരു നിയമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല? അതങ്ങനെ സർക്കാരിൻ്റെ ഒരു നിയമം ഉണ്ടാവില്ലേ? വെട്ടുന്നതിന് നമുക്ക് അങ്ങനെ നിയമം അനുവദിക്കുമോ? അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ചന്ദനം വെട്ടാൻ പാടുണ്ടായിരുന്നില്ല. അതായത് ചന്ദനം വെട്ടാൻ സമയമാകുമ്പോൾ അത് 50 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുമ്പോഴാണ് ഇത് മുറിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ ഫോറസ്റ്റിനെ അറിയിക്കണം, ഫോറസ്റ്റ് തഹസിൽദാർ അറിയിക്കും, തഹസിൽദാരും ടീമും വന്ന് മുറിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ റേറ്റ് എത്രയാണോ അത് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ട്രഷറിൽ നിന്ന് കൊടുക്കും. ഇതായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 6 മന്ത് മുമ്പാണ് ഇനി ചന്ദനം, സ്വകാര്യ ഭൂമിയിലെ ചന്ദനം ആർക്കും വെട്ടാം, പക്ഷേ പുറത്ത് വിൽക്കാൻ പാടില്ല, ഗവൺമെൻറ് കൊടുത്തോളണം. ഓക്കെ, അപ്പോൾ അത് മുറിക്കാനുള്ള അധികാരം കിട്ടി. ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് ആണ് ബയ്യർ, പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, പുറത്തേക്ക് വിറ്റാൽ അത് ഒഫൻസ്. അപ്പോൾ സാർ, ഞങ്ങൾ ക്രൈം നന്ദകുമാർ സാർ, അതായത് ക്രൈമിൻ്റെ ഓണർ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫേസിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേരിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ വെട്ടി നടക്കുന്നതിൻ്റെ പേരിൽ സാർ അപ്പോൾ അതൊരു വാർത്ത അന്വേഷിക്കണം എന്നൊരു നിർബന്ധപൂർവ്വം നമ്മളെ അങ്ങോട്ട് അയക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് എന്നോട് പറഞ്ഞ ശരി നിങ്ങൾ അന്വേഷിക്കണം, എന്താ ഒരു സംരംഭകനെ നമ്മൾ ഒരിക്കലും തളർത്താൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി അന്വേഷിക്കുക അവരെന്താ ചെയ്യുന്നതെന്ന്. നല്ലതാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ഒരു സമീപനം. അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് നിങ്ങളോടൊപ്പം വന്നപ്പോൾ എല്ലാം നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. മാത്രമല്ല നിയമപരമായിട്ടായാലും പ്ലോട്ട് തിരിച്ചായാലും ഇവിടെ എല്ലാം കൃത്യമായിട്ടുള്ള രേഖകളോടുകൂടിയും കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. അപ്പോൾ ഈ എല്ലാം തുടങ്ങുന്നത് ഡിസിപ്ലിനിൽ നിന്നാണല്ലോ. സോ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ സക്സസ് ആവുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മളും എന്താവശ്യത്തിനും നമ്മൾ മാധ്യമപ്രവർത്തകരും ഉണ്ടാവും. സാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്രൈമിൻ്റെ ഭാഗത്തു നിന്നും നന്ദകുമാർ സാറിൻ്റെ ഭാഗത്തു നിന്നും ആസ് എ റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്നായിരുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. യെസ്, അതായത് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ എന്ത് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്, പണ്ടൊരു 10 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇതേപോലെ അല്ല ഓൺലൈൻ ചാനലൊന്നും ഇത്ര സജീവമല്ല സത്യം പറഞ്ഞത്. ഇപ്പൊ എന്തൊരു തട്ടിപ്പ് ചെയ്യണമെങ്കിലും ആദ്യം പഠിക്കേണ്ടത് ഓൺലൈൻ അല്ല, അറിയാലോ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ട് അപ്പം തന്നെ ലൈവ് പോണു അല്ലേ. ഇപ്പൊ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരവസരം, അപ്പം തന്നെ ഫോട്ടോ എടുക്കുക അല്ല, എല്ലാവരുടെ ഫോണിലും ക്യാമറ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളൊക്കെ വളരെ സ്ട്രോങ്ങിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങളിത് ഇറങ്ങി തിരിച്ചപ്പോഴും ഒരുപാട് ഓൺലൈൻ ന്യൂസ് ഞങ്ങൾ പേടിച്ചിരുന്നു. അതിലേറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ക്രൈം നന്ദകുമാർ സാർ തന്നെ കേട്ടോ. കാരണം അദ്ദേഹത്തിന് മുന്നും പിന്നും നോക്കാനില്ല, എന്തു കണ്ടാലും ഉറക്കെ വിളിച്ചു പറയും. അപ്പൊ ഞങ്ങളും കരുതിയിരുന്നു ഒരു ദിവസം നന്ദകുമാർ സാറിന്റെ പിടി ഞങ്ങളുടെ കഴുത്തിൽ വരും എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വീക്സ് മുമ്പാണ് തോന്നുന്നു എന്നെ നന്ദകുമാർ സാറ് രാവിലെ 7 മണിക്ക് തന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ നിങ്ങളൊരു തട്ടിപ്പ് നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചാണെന്ന് പറഞ്ഞു. സാറേ തട്ടിപ്പ് എന്ന് മാറ്റിയിട്ട് ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എനിക്കതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചു. യെസ്, ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ് സാറിന് അയച്ചു കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ സാർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്യുമെൻ്റ് കിട്ടി, എനിക്കത് എന്ത് ചെയ്യണം, എനിക്കത് വെരിഫൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് വീണ്ടും വിളിച്ചു തന്നെ പുൽപ്പള്ളി പോയിരുന്നു, അത് വെരിഫൈ ചെയ്തു, 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല, പക്ഷേ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ, പക്ഷേ ഞാൻ എന്ത് കണ്ടാലും നല്ലത് കണ്ടാലും അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി ഒരു തരത്തിലും തട്ടിപ്പിൻ്റെതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പണം അപഹരിക്കുന്ന രീതിയിൽ നിങ്ങൾ പോകരുത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനും വിശ്വസിക്കുന്നത്, ഞാൻ 25 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ വിയർപ്പ് നമ്മുടെ വയറ്റിലേക്കോ നമ്മുടെ മക്കളുടെ വയറ്റിലേക്കോ പോകാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ഹറാമാണെന്ന് പറയും അല്ലേ, ഇല്ലീഗലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നേ വരെ അത്തരത്തിൽ ചിന്തിച്ചിട്ടുമില്ല, ഇനി അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞങ്ങളെല്ലാം ഡോക്യുമെന്റ് വെച്ചിട്ടുള്ള ഗെയിമേ ഉള്ളൂ. കാരണം ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ പ്രിസർവേഷൻ ഉണ്ടോ. അതായത് മാം ഇപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ പറയുന്നത് 10 ലക്ഷം തരാൻ 5 വർഷം കഴിയുമ്പോൾ ഒരിക്കലും ആ 10 ലക്ഷം കാണരുത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം സേഫാണോ, 10 ലക്ഷം അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തുണ്ട് ഇവിടെ, ഇപ്പം ഞങ്ങളിവിടെ 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും അവർക്ക് എന്തുണ്ട്, അതിന് തക്കതായിട്ട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ എന്തായി, അവർ മുടക്കിയ തുകക്കുള്ള സാധനം കൈ കൊടുത്തു, ഡോക്യുമെൻ്റ് കൊടുത്തു. പിന്നെ അതിൽ നിന്ന് അവർക്ക് എന്ത് റവന്യൂ കിട്ടുന്നോ അതെല്ലാം പ്രോഫിറ്റാണ്.
10 കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല. എന്തുണ്ട്, ഭൂമി മറച്ച് വിട്ടാലും ഭൂമിയുടെ വില അനുസരിച്ച് ഡബിൾ റേറ്റിനത് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു പോയിന്റാണ് ഞങ്ങൾ എല്ലാവരോടും പറയണത്. ഇന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യ വേൾഡിൽ 7000 പേപ്പർ കമ്പനികളുണ്ട്. അതിൽ 300 എണ്ണേ പ്രോഫിറ്റ് ഉള്ളൂ. ബാക്കി 6700 കമ്പനികളും ലോസിൽ പോകണം. കാരണം ആളുകൾക്ക് അറിയില്ല. എല്ലാവരും പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി എന്ത് ചെയ്യും, 1 വെച്ചാൽ 10. അപ്പൊ ഈ 1 വെച്ചാൽ 10 എന്ന് പറയാം, 10ലേക്ക് നോക്കുന്നില്ല. എൻ്റെ 1 എവിടെ? ആ 1 സേഫായിട്ട് നിങ്ങൾ കളിച്ചോ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, നിങ്ങൾ 1 സേഫാണോ? അപ്പോൾ അതിന് ഞങ്ങൾ പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അതെന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഞങ്ങൾ എന്താ ചെയ്യുന്നതാ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 11 ബസ്സായിരുന്നു വന്നിട്ടുള്ളത്. 11 ബസ് എന്ന് പറയുമ്പോൾ ആവറേജ് 500 ആളുകൾ. ഓക്കെ, ഈ 500 പേരടങ്ങുന്ന ക്രൂടെ വന്ന് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷനാണ്. ഇവിടെ പറയുമ്പോൾ എന്താണ്, പ്ലോട്ട് കാണാൻ വന്നതാണ്, പക്ഷെ എന്താ, ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം എന്തായി, എനിക്ക് റിസ്ക് ഇല്ല, നിങ്ങൾ കണ്ടതല്ലേ അല്ലേ, ഞങ്ങൾ കാണിച്ച് തന്നതല്ലേ. അതല്ലെങ്കിലോ ഞങ്ങൾ നാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും സുതാര്യമായിട്ടാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പ്രധാന കാരണം, ഇന്ന് സാധാരണഗതിയിലുള്ളൊരു മനുഷ്യന് ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് വിജയിക്കാൻ സാധിക്കില്ല. അപ്പം ഞങ്ങളെല്ലാവരോടും പറയണത്, പണം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കുന്ന പണത്തെ കൊണ്ട് കൂടി പണിയെടുപ്പിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ കുറച്ച് മാറ്റി വെച്ച് ആ പണത്തെ പണിക്ക് വിട്ടാലോ. ഇപ്പോൾ ഒരു 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തെന്ത് ഗുണം അല്ലേ? ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ചന്ദനമരം പറഞ്ഞ പോലെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ 1,60,00,000 രൂപ ഗ്യാരണ്ടീഡാണ് ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച്. ഇതിൻ്റെ വില ഓരോ വർഷവും ഗ്രാഫ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ, ആ വില വർധനവ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു 5 കോടി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ഗുണം, 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്ത തുക കയ്യിൽ തത്തുല്യമായിട്ട് ഡോക്യുമെന്റ് ഉണ്ട്, ബാക്കി എന്ത് കിട്ടിയാലും പ്രോഫിറ്റ് ആണ്. പിന്നെ എന്തിനാ പേടിക്കണം? അതെ സാർ, പിന്നെ ഇത് ഒരാൾ സംരംഭം തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക്, പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ലായ്മ വളരെ രൂക്ഷമാണ് താനും. അപ്പോൾ സാറിൻ്റെ ഒരു സംരംഭത്തിൽ ആൾക്കാർക്ക് എത്ര പേർക്ക്, ഇപ്പോൾ എത്ര പേര് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി ഭാവിയിൽ എത്ര പേരെ കൂടെ ചേർക്കാനൊക്കെ സാധിക്കും, എങ്ങനെയാണ് സാറിൻ്റെ ഒരു? ഓക്കെ, ഇത് ചേർക്കൽ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി പോലെ അല്ല ഇത്. അത് ആദ്യം പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഞങ്ങൾ കൊണ്ടുപോകുന്നത്, ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് ഏകദേശം 28,000 പ്ലോട്ടുകളാണ്. ഇത് എന്നെക്കൊണ്ടൊന്നും ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്ക് വേണം. ആ ടീം വർക്കിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ദാറ്റ് മീൻസ് മാഡം ഒരു സ്ഥലം മേടിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാമിന് എന്ത് ചെയ്യാം, ഇത് എത്ര പേരോട് റെഫർ ചെയ്യാം. റെഫർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ മാഡം മേടിച്ച പൈസ തിരിച്ചു കിട്ടും, ഒരു നമ്പർ ആകുമ്പോൾ. അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത് 2 കൊല്ലം കൊണ്ട് വിറ്റ് തീർക്കണം. 2 കൊല്ലം കൊണ്ട് 22,000 പ്ലോട്ട് വിറ്റ് തീർക്കാന്ന് വെച്ചാൽ ഏകദേശം 3,000 കോടി ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് 3,000 കോടി ടേൺ ഓവർ ഉണ്ടാക്കുന്നതിലൂടെ ഏകദേശം 500 കോടിക്ക് മേലെ ഇതിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് അവർക്ക് കമ്മീഷനായിട്ട്, ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 2, അതിലൂടെ 28,000 കോടീശ്വരന്മാർ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം, ഏത് കമ്പനിയുടെ പൊളിയുന്നുണ്ടോ അതിൽ 3 കാരണങ്ങളുണ്ട്. 1, ആ നടത്തുന്ന കമ്പനി പൊളിയും. 2, അതിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർക്ക് കമ്മീഷൻ കിട്ടണം, അവർ നിർത്തും. 3, വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭം ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. 2, ഇതിൽ മാർക്കറ്റ് ചെയ്യുന്നവർക്കോ അതിലൊക്കെ നല്ല ഡിവിഡൻഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3, വാങ്ങുന്ന കസ്റ്റമർക്കോ അവർക്ക് ക്യാപിറ്റൽ പ്രിസർവേഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. 3ഉം ഒരേപോലെ പ്രദാനം ചെയ്യണം. അത്തരത്തിൽ ഒരു പ്രൊജക്റ്റും ഇന്ന് ഇന്ത്യയിലില്ല. എത്ര പേര് ഇപ്പം ഇതിന്റെ ജോയിൻ ചെയ്തിട്ട് പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട് സാറിന്റെ ഒരു കണക്കുകൂടെ? വാങ്ങിച്ചത് നിയറസ്റ്റ് 300-ന് മേലെ ആളുകൾ പ്ലോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. ഒരാൾക്ക് പോലും പരാതികളില്ല എന്നുള്ളത്. പരാതികൾ എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി എന്താ പറയുക, അവരത്തരത്തിലുള്ള ഒരു വിഷൻ അല്ലേ, 10 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടുമെന്ന രീതിയിൽ അവർക്കൊരു സ്വപ്നം കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റും. കാരണം ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ഒന്നാണ്. പണ്ട് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് ആരാന്ന് ചോദിച്ചു, കുറ്റവാളികൾ. അദ്ദേഹം പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവൻ ആരോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികൾ. അതോടൊപ്പം ഇപ്പം എനിക്ക് എന്ത് പറ്റിയെന്നറിയോ, ഈ പ്ലോട്ട് വാങ്ങുന്നവരെ വലിയ സ്വപ്നങ്ങൾ കാണിച്ച് വലിയ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. സർ, ഇന്ന് വൈകുന്നേരത്തെ ഇവന്റ് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഈവനിങ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു സർപ്രൈസിങ് സാധനം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അതായത് പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്ലോട്ട് സ്വന്തമാക്കാം. അതിൻ്റെ ഒരു സംഭവങ്ങൾ ഇതിൻ്റെ ഓണ്ടർപ്രണേഴ്സ് പറയുമെന്ന് പറഞ്ഞു. അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതിങ്ങനെ ഒറ്റവാക്കി പറയാൻ പറ്റിയതല്ല. എങ്കിലും ഞങ്ങൾ, കാരണം നമുക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ 3 തരത്തിൽ പൈസ ഉണ്ടാക്കുന്നവരാണ്. 1, നമ്മുടെ സമയവും
നമ്മുടെ എനർജിയും ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ. ഇവരാണ് ഇന്ന് ഇവിടെയുള്ള 89% ആളുകളും. അവർ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സമയം കൊടുക്കണം, അവർ എനർജിയും കൊടുക്കണം. പിന്നെ ഒരു 10% ഉണ്ട്, അവർ സ്കില്ല് ഉപയോഗിച്ചിട്ട് കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ. അവരാണ് ബിസിനസ്സുകാർ. പിന്നെ ഒരു 1% ഉണ്ട്, അവരാണ് മണി ഫോർ മണി, അതായത് പണം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നവർ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വിഭാഗമുണ്ട്, ഏത്? എനർജിയും മണി ഉപയോഗിച്ച് എത്ര ജോലി ചെയ്താലും എത്ര തന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് രക്ഷപ്പെടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതാ? നിങ്ങൾക്ക് സ്കിൽ, അതായത് 10% ആളുകൾ ഞങ്ങളെ പ്രൊജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം. വേറെ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, ഒറ്റ സ്കില്ലേ ഉള്ളൂ, റിയൽ എസ്റ്റേറ്റ് സ്കിൽ. ആ ഒരു റിയൽ എസ്റ്റേറ്റ് സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കോട്ടേജോ അല്ലെങ്കിൽ 5 സെൻറ്റ് ഭൂമിയോ ഒക്കെ ഫ്രീ ആയിട്ട് നേടാൻ പറ്റുന്നൊരു അവസരം കൂടിയിട്ട് അതിൽ ഒറ്റ കാര്യം കേട്ടോ, പഠിക്കണം. ഏത്? ആ സ്കില്ല്, ഏത്? റിയൽ എസ്റ്റേറ്റ് സ്കിൽ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അല്ലാണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് പണമില്ലാതെ, ഇങ്ങനെ പറയുന്നത്, പണമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പണമുള്ളപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയണം. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ പണമില്ലേ? വാ പോരുന്നേ, ഞങ്ങൾ പണി തരാന്നേ. പക്ഷെ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. ചുമ്മാ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് കൂടി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അനൗൺസ് ചെയ്യും. അപ്പോൾ ഇതുപോലെ എനിക്കൊന്ന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യത്യസ്തനായ ബിസിനസ്സുകാരനാണ് താങ്കൾ. സോ അതുകൊണ്ട് തന്നെ താങ്കൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ നാട്ടിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ടാകട്ടെ. 28,000 അബവ് 50,000 കോടീശ്വരന്മാരെ താങ്കൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് മുഴുവൻ ആൾക്കാർ. താങ്കൾ പറഞ്ഞ പോലെ അവർക്കൊക്കെ താങ്കൾ വല്ലാത്ത എനർജി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ ഒരു ടീം മെമ്പേഴ്സിന്. സോ അത് ലോങ് അങ്ങ് കീപ്പ് ചെയ്യണമെന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തിനും നമ്മൾ മാധ്യമപ്രവർത്തകരും താങ്കളോടൊപ്പം ഉണ്ടാവും. സാറിന് എല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ ക്രൈമിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്നും തരുന്നു. ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു. ഓക്കെ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതെ, ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം ഈ ആൾക്കാരോട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അവിടെ. ആ ഇൻവെസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ കല്ലിടൽ ചടങ്ങായിരുന്നു, ഇതിൻ്റെ പ്ലോട്ടിൻ്റെ കല്ലിടൽ ചടങ്ങായിരുന്നു. അവിടുത്തെ ഭാരവാഹികളെല്ലാം വന്നിരുന്നു. അതുകൂടാതെ അദ്ദേഹം നമ്മളെ ആ ചന്ദനത്തോപ്പിലേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. ചന്ദനത്തോപ്പിൽ കൊണ്ടുപോയി അതായത് ഏതാണ്ട് 1.5 വർഷം പ്രായമുള്ള അത്രയും ആയിരിക്കുന്നു അത്. 1.5 വർഷം പ്രായമുള്ള നട്ട് വളർത്തി ഫെൻസിങ് ചെയ്ത് ഈ പറയുന്ന പോലെ എല്ലാം വേലിക്കെട്ട്. അത് അദ്ദേഹത്തിന് അത് നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ സാർ. കാരണം ആ പ്ലോട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കണമെങ്കിൽ അഹോരാത്രമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അവരുടെ ഹാർഡ് വർക്കിംഗ് നമ്മൾ തല കുനിച്ചു പോകും. അത്ര രീതിയിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാക്കി പ്ലോട്ടാക്കി തിരിച്ച് പിന്നെ ഇതുപോലെ തൈകളെല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആ ചന്ദനത്തോപ്പ് നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ എന്നാണ് അവരുടെ മോട്ടോ തന്നെ. അതുപോലെ ആക്കി അവർ പറയുന്നത് 3 രീതിയിൽ ഞങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാം. ഒന്ന്, ഈ പ്ലോട്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഇത് നോക്കി നടത്താം. അതല്ല, ഞങ്ങളുമായിട്ട് ഈ കമ്പനിയുമായിട്ട് ഈ ജസ്പേഡ് എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ 20 ചന്ദന തൈകൾ 15 വർഷത്തേക്ക് നോക്കാം. അതുകൂടാതെ പൂർണ്ണമായിട്ടും ഇവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവർ തന്നെ ഓണേഴ്സ്, മേടിക്കുന്ന ആൾക്കാർ തന്നെ ഓണർ തന്നെ. പക്ഷേ ഈ ചന്ദനത്തോപ്പിൻ്റെ പരിപാലനം ഇവർ നടത്തും. പക്ഷേ അതിന് അവർക്ക് മാസത്തിൽ ഫീസ് വർഷത്തിൽ ഒരു 10,000 രൂപ ടോക്കൺ അല്ല, അതിൻ്റെ ഒരു ടോട്ടൽ നടത്തിപ്പ് ഫീസായിട്ട് കൊടുക്കണം. അതിൻ്റെ ടാക്സും കാര്യങ്ങളും എല്ലാം അതേ അവർ ചോദിക്കുന്നു, അവർ പറയുന്നുള്ളൂ. അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വില കുറയാത്ത ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഭൂമിയാണ്. സ്വർണം പോലും 60% വില കൂടിയിട്ടുള്ളതാണ്. ബാക്കി ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ചന്ദനമരത്തിന്റെയും വില അതേപോലെ നല്ല രീതിക്കാണ്. അതുപോലെ ചന്ദനം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അതിന്റെ ഈ ഇങ്ങനെയുള്ള ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാവാം ഭയങ്കര കുറവാണ് ചന്ദനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ പുറത്ത് ദുബായ് മാർക്കറ്റിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചന്ദനത്തിന്. ചന്ദനം കിട്ടാനില്ല, അമ്പലങ്ങളിലും വേണം, എല്ലാ വീടുകളിലും വേണം. പിന്നെ തടികള്, ഉരുപ്പടികള്, ഇതെല്ലാം ചന്ദനത്തിന്റെ വാല്യൂ മെഡിസിൻ ആണ് ശരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പുഷ്പ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ചന്ദനത്തിന് ഇത്ര വില, രക്തചന്ദനത്തിന് ഇത്ര വിലയൊക്കെ ഉണ്ടെന്ന് എനിക്കൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അതെ, മെഡിസിൻ ആണ്. അപ്പോൾ അത് ഇത്രയും വലിയ വമ്പൻ കോടികളുടെ കച്ചവടമാണെന്ന് ഒരുപക്ഷെ സിനിമ പറയാതെ പറയുകയായിരിക്കാം നമ്മളുടെ. എനിവേ, എന്തായാലും ഈ ചന്ദനമരങ്ങൾ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഈ 15 വർഷത്തെ ഒരു മെച്യൂരിറ്റി ഏജിൽ അത് അവർക്കൊന്നെങ്കിൽ വെട്ടിവിൽക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് വെട്ടിവിൽക്കാൻ ഗവൺമെന്റിന്റെ പെർമിഷൻ, അവരുടെ സെല്ലർ ബയർ എപ്പോഴും ഗവൺമെന്റ് ആയിരിക്കും. പക്ഷേ അത് ഭാവിയിൽ മാറുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ 15 വർഷത്തിന് മുമ്പുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ വർഷം നിയമം വന്നിരിക്കുന്ന ആർക്കും ചന്ദനങ്ങൾ വളർത്താമെന്ന്. അതാണ് ഇവരെ ഒന്നുകൂടി ഇതിലേക്ക് അങ്ങ് പ്രേരിപ്പിച്ചത്. കാരണം ഇവർക്ക് ഉറപ്പ് കിട്ടി ഇനി ആർക്കും ചന്ദനത്തൈകൾ വളർത്താം, ചന്ദനമരങ്ങൾ അവനവൻ്റെ പ്ലോട്ടുകളിൽ വളർത്താം. പക്ഷേ അത് വെട്ടിവിൽക്കുമ്പോൾ മാത്രം സർക്കാരിനെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള നിയമം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വിലയും കിട്ടും, ഇത്ര പെർസെൻറ്റേജ് കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് ആ പ്ലോട്ട് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇരട്ടി വിലയ്ക്ക്, എന്തായാലും പ്ലോട്ടിന് ഒരിക്കലും വില കുറയാൻ പോകുന്നില്ല, ആ പ്ലോട്ട് ഇരട്ടി വിലയ്ക്ക് വിൽക്കുക. അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങൾ ഈ പറയുന്ന പോലെ കോടീശ്വരന്മാരായി മാറും.
ഇത്ര വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ അവർക്കൊരു അല്ല ഇതിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നഷ്ടം വരില്ല എന്നുള്ളതാണ് അവിടെ പോയി പഠിച്ചിട്ടുള്ള ഒരു കാര്യം. ഞങ്ങൾ മനസ്സിലാക്കിയത് കറക്റ്റായിട്ട് അതാണ് മനസ്സിലാക്കിയത്. നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ പോയി തട്ടിപ്പാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശാരികനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കിയുള്ള കാര്യമുള്ളത്. ഇതൊരു ക്ലിയർ അവർ പ്ലാൻ ചെയ്തത് വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നാണ്. അതായത് അങ്ങനെയല്ല എന്ന് വരികയാണെങ്കിൽ, ആർക്കെങ്കിലും തട്ടിപ്പ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ രേഖകൾ സഹിതം എന്നെ സമീപിക്കണം, ഞങ്ങളോട് ബന്ധപ്പെടണം. അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തട്ടിപ്പോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞ വഴികളോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്കെതിരെയായിരിക്കും. തീർച്ചയായിട്ടും അതുവരെ എല്ലാ വിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു ഏകപക്ഷീയമായ സപ്പോർട്ടല്ല എന്ന് പറയാനാണ്. ഇതുവരെ ജസ്പീഡിനെ പറ്റി കേട്ടതെല്ലാം, ആദ്യം മുതൽ ഇതുവരെ കേട്ടതെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പങ്കെടുക്കുകയാണ്. അതിൽ അവർക്ക് പറയുന്നൊരു കാര്യം, ക്രൈമിൻ്റെ പ്രതിനിധി അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയ പ്രകാരം ഇതുവരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്ന 15 വർഷം കൃത്യമായി പരിപാലിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടില്ല എങ്കിൽ, എവിടെയെങ്കിലും പാളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നും കൂടി ഓർമ്മ വേണം. അതെ, എന്ത് പറയുന്നു? അതാണ് കറക്റ്റാണ്. അതിൽ വിശ്വസിച്ച് നമ്മളെയും കൂടെ ഒരു വിശ്വാസം, നമ്മളെ വീഡിയോ കണ്ടിട്ട് പോലും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും അവിടെ പറയുകയുണ്ടായി, നമ്മൾ ഈ പറയുന്ന പോലെ സാറിനെ ഇരുത്തിക്കൊണ്ട് പൊഴുത്തുമല്ല, പക്ഷേ ക്രൈം നന്ദകുമാർ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ, അതായത് തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഉടായ്പുള്ളത് കൊണ്ടാവണം അദ്ദേഹം അതിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. ഉടായ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ 100% ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം അത് നകർത്തിരിക്കും. അതിലൊരു സംശയമില്ല. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൈമിലൊരു വാർത്ത വന്നാൽ അത് നശിച്ചു എന്നാണ്. എന്ന് വെച്ച് മനഃപൂർവ്വം അവരെ നശിപ്പിക്കുകയല്ല, മറിച്ച് ഇങ്ങനെയുള്ള തട്ടിപ്പ് വീരന്മാരെയാണ്. സത്യത്തിൽ നമ്മളെ ഒരു ധാരണ ഉണ്ട് ക്രൈം എല്ലാവരെയും നശിപ്പിക്കുന്നതാണ്. അങ്ങനെയല്ല. തട്ടിപ്പുകാർക്കെതിരെ, അഴിമതിക്കാർക്കെതിരെ ആണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് തന്നെയാണ് ജസ്പേഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.